എന്താ എല്ലാവരും ഉണ്ടല്ലോ? പറ, ഞാൻ ഇനി എന്താ വേണ്ടത്? അത് കുഞ്ഞളിയൻ പറയും. പറ. ഞാനെല്ലാം പറഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞോട്. പറ അണ്ണാ. അല്ല മോളെ ഒന്ന് പറഞ്ഞു. അതായത് ചേച്ചി, ഞങ്ങളുടെ ഒരു കിടില ഐഡിയ ഉണ്ട്. എന്താണ് ഐഡിയ? ഞങ്ങളുടെ ആണേ. അല്ല, ഞാനാണ് പറഞ്ഞത്. പറ. ഹോം സ്റ്റേ. ഹോം സ്റ്റേയാ? ഞങ്ങളുടെ വീടിന്റെ ഏറ്റവും മുകളിൽ നിലയില് ഒരു റൂം ഒഴിഞ്ഞടപ്പുണ്ട്. അവിടെ നമ്മൾ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഹോം സ്റ്റേ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ പേയിങ് ഗസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്ന ആളാണ് ചേച്ചി. പേയിങ് ഗസ്റ്റ് ഞാൻ നടപടിയാവില്ല. അണ്ണാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂടാ അണ്ണാ. തോന്നുന്നു അതായത് പിന്നെ ശ്രീകു, അതായത് ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റാണ്. അതിനുശേഷം ഈ താൽക്കാലികമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് മാറി പെർമനന്റ് ആവും. ശരി, എന്റെ മാക്കും അണ്ണന് വേണ്ടി ഈ താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റിനായി ഞാൻ ജോലിക്കാരിയോ പേയിങ് ഗസ്റ്റോ ആയിട്ടോ എങ്ങനെ വേണേലും നിക്കാം. പക്ഷേ ഇത് താൽക്കാലികമാണ്. ഇത് സ്ഥിരമായിട്ട് തുടർന്നുകൊണ്ട് പോവാനാണ് ഭാവമെങ്കില് നിങ്ങളുടെ കൂമ്പിടിച്ച് ഞാൻ വാട്ടുകയും ചെയ്യും, ജയിലിൽ കൊണ്ട് ഇടുകയും ചെയ്യും. അല്ല, അത് ശ്രീകു, നീ എന്തോ ഇടയ്ക്കിടയ്ക്ക് ലോക്കപ്പിലാക്കും, ജയിലിലിടും എന്നൊക്കെ പറയുന്നത്? അത് പിന്നെ ഒരു പേടി ഉണ്ടായിരിക്കുന്ന നല്ലതാണല്ലോ. മോളെ, മാമിയെ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇത് മാമൻ, ഇത് മാമി. എന്റെ പൊന്നു മാമി, മാമൻ പറയണ പോലെ കേക്കണം പ്ലീസ്. കേട്ടോ? മോള് പറഞ്ഞത് കൊണ്ട് അണ്ണാ വേണോ? ശരി, ഞാൻ തൽക്കാലത്തേക്ക് കേക്കാം. എന്നാ ഒരു കാര്യം പറയാം, നമുക്ക് അകത്തോട്ട് പോവാം. അണ്ണ വരണ്ട, അണ്ണ അവിടെ ഒന്ന് ഓവറാക്ട് ചെയ്ത് കുളമാക്കും. ഇത് നമ്മള് പോയി ചെയ്തോളാം അല്ലേ? അതെ. ചേച്ചി വലത് കാലം വെച്ച് കേറട്ടെ അണ്ണാ. എന്റെ വലതുകാലും ഇടതുകാലും ഇല്ലാതാക്കും. നമസ്കാരം. ഞാനാണ് പുതിയ ഗസ്റ്റ്. എന്റെ പേരെന്താ? ശ്രീകുട്ടി. ഞാൻ രവീന്ദ്രനാണ്. എനിക്കറിയാം, ബാങ്കിലല്ലേ വർക്ക് ചെയ്യുന്നത്. എനിക്കെല്ലാം അറിയാം. ശ്രീകുട്ടി. മണിക്കുട്ടി അറിയാം. അതങ്ങനെ കുടിക്കും. അയ്യോ, താങ്ക് യു. ശ്രീകുട്ടി എന്ത് ചെയ്യുന്നു? അതൊക്കെ വഴിയെ നമുക്ക് സംസാരിക്കല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യൂ, മോളിൽ പോയിട്ട് റെസ്റ്റ് എടുത്തോളൂ കേട്ടോ. റൂമേ മോളില. പിങ്കി ഒന്ന് കാണിച്ചു കൊടുക്കോ. രാമ, സത്യത്തിലേ നമ്മുടെ ഗസ്റ്റ് നല്ല ഐശ്വര്യമുള്ള കൊച്ചല്ലേ? ഐശ്വര്യ കൊച്ചല്ലേ? ഒരു ചിരിയാണ്, ഇങ്ങനെ മറ്റേ 500 വോൾട്ട് ബൾബ് കത്തിച്ച ഒന്നും മണി നീ ഇങ്ങനെ നമ്മളെ വീട്ടിൽ ആദ്യമായിട്ടൊന്നും ഇവിടെ നിട്ടിട്ട് ഇതിനെ. നല്ല ചേച്ചി. നല്ല ചേച്ചിക്ക് തന്നെ. എനിക്കെന്തോ ബോധിച്ചില്ല കേട്ടോ. ഇതിപ്പം ചക്കിന് വെച്ചത് കുക്കിൽ കൊള്ളു. എന്തേലും പറഞ്ഞോ? കൊക്ക എന്തോ പറഞ്ഞില്ലേ? ആരും പക്ഷെ കൊക്കെന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് രവി സാറേ. ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി. അതെ, ഈ സാറെ വിളി അങ്ങ് ഒഴിവാക്കാം. എന്താല്ലേ, നമ്മള് ഒരു വീട്ടിൽ താമസിക്കില്ലേ? എന്നാ പിന്നെ ഞാൻ രവിയേട്ടാന്ന് വിളിക്കാം. ആയിക്കോട്ടെ. അല്ല, മണിക്കുട്ടി എവിടെ പോയി? മണിക്കുട്ടി ഇവിടെ അടുത്തൊരു അമ്പലം വരെ പോയതാ. ഇന്നെന്തോ പ്രത്യേക പൂജയൊക്കെ ഉണ്ട്, വഴിപാടൊക്കെ ഉണ്ട്. ആണോ? വലിയ ഈശ്വര വിശ്വാസിയാ. അതെയോ? അല്ല, രവിയേട്ടനാണോ എന്നും കിച്ചണിലൊക്കെ കേറുന്നേ? അയ്യോ അല്ല, എനിക്ക് പാചകം ഇഷ്ടമാണ്, പക്ഷെ മണിക്കുട്ടി സമ്മതിക്കത്തില്ല. അതെന്താ?
അതെന്താന്ന് വെച്ചാലേ ഈ അടുക്കളയൊക്കെ അവള് വളരെ നല്ല രീതിയിൽ എല്ലാം ചിട്ടയോടുകൂടി വെച്ചിരിക്കുന്നുണ്ടോ, സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. നമ്മളൊക്കെ കയറി കഴിഞ്ഞാൽ അതെല്ലാം തെറ്റുന്ന അവള് പറയുന്നത്. അത് പൊതുവെ പെണ്ണുങ്ങൾക്കുള്ള സ്വഭാവ. എടുത്ത സാധനം എടുത്തെടുത്ത് തിരിച്ചു വെച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കലിപ്പോ ഇവിടെ അവള് താണ്ഡവം നടത്തും. അതിനൊത്ത് ഈ പിള്ളേർ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിടുന്നേ. ഇവിടെ ഇരിക്കുന്നിടത്ത് അവിടെ കൊണ്ടുവയ്ക്കും, അവിടെ ഇരിക്കുന്നൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കും. ആ ദേഷ്യം കൂടെ അവൾ എന്നോട് തീർക്കും. ശരി ശരി. പാവന്നേ. പിന്നെ രവേട്ടാ, എനിക്കൊരു കപ്പ് ചായ വേണം കേട്ടോ. ആ കൈപ്പുണ്യം കൂടെ എനിക്കറിയണം. ചായ ഇപ്പൊ ശരിയാ. പിന്നെ കൈപ്പുണ്യം പറഞ്ഞ മണിക്കുട്ടിയുടെ അത്ര വരില്ല കേട്ടോ. പിന്നെ മണിക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഈ ചായയൊക്കെ ആയിട്ട് ഡൈനിങ് ടേബിളിലോട്ട് വരാം. ശ്രീകുട്ടി അങ്ങോട്ട് ഇരുന്നോളൂ. ഗുഡ് മോർണിംഗ് പിങ്കി. ഗുഡ് മോർണിംഗ് ചേച്ചി. ചേച്ചിയല്ല മാമി. മാമി. പിന്നെ എന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോണു? പഠിത്തമൊക്കെ പിന്നെ ഗംഭീരമായിട്ട് പോണു. ഗംഭീരമായിട്ട് പോണോ? നന്നായിട്ട് പഠിക്കും തോന്നുന്നു ചേച്ചി. അല്ല ശരി മാമി, വിദ്യാഭ്യാസം ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ നടക്കൂല. വിദ്യാഭ്യാസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ഈ തിരിച്ചറിവ് ഉള്ളത് നല്ലതാ. പിന്നെ ഈ ഉയർന്ന ചിന്താഗതി അത് ബെസ്റ്റാ. അല്ല, നീ അടുക്കളയിലോട്ടൊന്നും കേറൂലേ? ഞാൻ എന്തിനാ ഇപ്പൊ അടുക്കളയിട്ട് കയറുന്നവരെ കേടാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വളർത്തു ദോഷം. അതെ, നിന്റെ മാമന്റെ അങ്കിളിന്റെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. എവിടെ ഇല്ലേ? ശബ്ദം കേട്ടില്ലേ? കൂർക്കമല്ലി കേട്ടില്ല? എണീറ്റില്ല ഇതുവരെ? ഇല്ല, രണ്ടുപേരും കൂടെ കിടന്ന് ഉറങ്ങാം. ഞാൻ നേരാക്കി എടുത്തോളാം. ഒരു വടയും കൂടെ തരട്ടെ? നന്നായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ ഭയങ്കര പഠിപ്പല്ലേ. രവിയേട്ടാ, ചായ. അയ്യോ, മോള് വന്നാ? നിനക്ക് ചായ വേണമായിരുന്നോ? ആരാ? അമ്മ ഉണ്ടാക്കിയാണോ? അമ്മ അല്ല, ഞാൻ ഉണ്ടാക്കിയത്. വേണ്ട. ശ്രീകുട്ടി കുടിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന്. ആഹാ, പാകത്തിന് കടുപ്പം, പാകത്തിന് മധുരം, സൂപ്പർ കൈപ്പുണ്യം കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയില്ല. അതെ, ഇതിനേക്കാൾ നല്ല രീതിയിൽ ഞാൻ ചായ ഇഞ്ചി ഏലൊക്കെ ഇട്ടു. ഇതല്ല പിന്നീടാവാം. ഇനി അവസരം കിടക്കുമല്ലേ? അതെ. അതെ, നേരത്തെ ഫോൺ കുത്തി. അല്ലേ, എനിക്ക് കാസുണ്ട്. ഇവിടെ റേഞ്ച് ഇല്ല. പുറത്തു പോയെന്ന് കാസുണ്ട്. ഞാൻ പുറത്തേക്ക് കഴിച്ചോളാം. ഓ, എങ്ങനെയുണ്ട് ദോശയൊക്കെ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മണിക്ക് നല്ല കൈപ്പുണ്യമാണ്. രവിയേട്ടൻ കഴിക്കുന്നോ? ഇല്ല, ഞാൻ കഴിച്ചോളൂ. ശരി എന്നാ കഴിക്കേ. എക്സാമോ? പയ്യ. പോലീസ് ജീപ്പാ. അയ്യോ, മാമന്നെ വല്ല കേസ് വല്ല ഒപ്പിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വന്നത്. ചേച്ചി, ചേച്ചി, ചേച്ചി. മാമ, 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 മാമന്റെ പേരിൽ വല്ല കേസ് വല്ലതും ഉണ്ടോ? കേസെന്ന് പറഞ്ഞാ ഇപ്പം എന്റെ പേരില് ഒന്നുമില്ലടി. ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ 3-4-5 കേസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഒത്തുതീർപ്പായതാ. പിന്നെ കേരളത്തിൽ മൊത്തത്തിൽ 10-16 സ്റ്റേഷനിലായിട്ട് 10-78 കേസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒത്തുതീർപ്പ് ചെയ്ത. എന്താ കാര്യം? എന്താ അങ്കിള് സത്യം പറ. ഞാൻ തോന്നുന്നത് അങ്ങളുടെ പേരില് കേസ് ഉണ്ടാവും. അറബിയെ തല്ലിട്ട് നാട്ടിൽ വന്നില്ലേ? നിനക്ക് എന്ത് വേണേ?
അറബിയെ തന്തയ്ക്ക് വിളിച്ചതിന് ഒരു കേസ് ഉണ്ടായിരുന്നു അവനെ ഗൾഫിൽ വെച്ച്. അതെ അത് ഗൾഫിലല്ലേ അതിപ്പോ പറയേണ്ട കാര്യം എന്ത്? നമ്മുടെ വീട്ടിലോട്ട് പോലീസ് ജീപ്പ്. ഏ? പോലീസ് ജീപ്പ് വരുന്നെന്ന്. എന്തിന് നമ്മളെ വീട്ടിൽ തന്നെ? പിന്നല്ലാതെ അതെ, ശരി. അത് ഇങ്ങനെ കേസായിരിക്കും. എന്റെ ഒന്നും അല്ല. ഉള്ളത് പറ മാമ, എന്തെങ്കിലും ഉണ്ടോ? എടി എന്റെ പേരില് ഇപ്പൊ എക്സിസ്റ്റിംഗ് കേസ് ഒന്നുമില്ല, എല്ലാം ഒത്തുതീർപ്പായി. സത്യം അതെ എവന്റെ പേരിലായിരിക്കും. അയ്യോ എന്റെ പേരിലൊന്നും ഇല്ല, എനിക്ക് ചുമ്മാ ആണത്. ചേട്ടാ അത് അറബിയൊക്കെ തന്തയ്ക്ക് വിളിക്കാന്ന് പറഞ്ഞാലേ അതൊക്കെ പണ്ടല്ലേ, അതിപ്പോ പറയണ്ട കാര്യം. നീ മലയാളത്തിലാണോ അറബിയിലാണോ തന്തയ്ക്ക് വിളിച്ചത്? അത് പിന്നെ ഒന്നുമില്ല, അതെങ്ങനെ പോലീസുകാർ വരുന്നത്? മാമനിപ്പോ ഓൾറെഡി അണ്ണന്റെ വല്ല കേസ് വാറണ്ട് വായിക്കാണ്. അല്ല മാമനിപ്പോ കണ്ടത് ശനിയാണല്ലോ. ആണ്. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും മാമന്റെ തലക്കാണല്ലോ. അപ്പൊ ഇത് മാമന്റെ പേരില്. എടി എന്റെ പേർക്കായിരിക്കത്തില്ല. മാമ ഈ മറ്റേ ഈ പോലീസൊക്കെ ഇപ്പൊ എന്തോ ചാപ്പ് കുത്ത അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ പഴയ ഗുണ്ടകളെയൊക്കെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറ്റ ജയിലിൽ ഇടാന്നൊക്കെ. അങ്ങനെ മാമൻ ആ ലിസ്റ്റിൽ ഉണ്ടാവും. ലിസ്റ്റിൽ എടുത്തത് അണ്ണനെ. അങ്ങനൊന്നും പറ്റത്തില്ല ഇപ്പോഴത്തെ കാലത്ത്. മനുഷ്യാവകാശ കമ്മീഷന് ഞാൻ പരാതി കൊടുക്കും. ഇതും പറഞ്ഞുണ്ട്. എനിക്കുണ്ട് മനുഷ്യാവകാശമൊക്കെ. ഇതിപ്പോ എന്തായാലും പോലീസ് വന്ന് ഇപ്പൊ എന്ത് ചെയ്യും? ഇനിയിപ്പോ അവനെ തപ്പിയെടുത്തോണ്ട് പോകും. നിന്നെ തപ്പിക്കൊണ്ടുപോണത്? അല്ല എനിക്ക് സംശയം അതല്ലടി, ഈ അറബി നാട്ടിൽ വെച്ച് വരുന്ന കേസിന് ഇവിടെ വരുന്ന അറബി പോലീസ് ഞാൻ അതും ചിന്തിച്ചോണ്ടിരി. അപ്പൊ ഇത് അറബി അല്ലല്ലോ, അപ്പൊ ഇങ്ങനെ തന്നെ അല്ലല്ലോ. അറബി നാട്ടിൽ നിന്ന് എംബസി വഴിയൊക്കെ അന്വേഷിച്ച് വരും. ഇപ്പൊ എന്തെങ്കിലും ഒന്നും ചെയ്തേ പറ്റൂ. നിങ്ങൾ പറ, ഇനി എന്നെ തന്നെ. അങ്കിളാണെങ്കിൽ അങ്കിളിനെ ഇവിടുന്ന് പലങ്ങ് വെച്ചോണ്ട് പോകുമ്പോ എനിക്ക് അച്ഛൻ വല്ലതും കണ്ട. ഇപ്പൊ നിന്റെ അച്ഛൻ അറിഞ്ഞ? അച്ഛൻ അറിഞ്ഞ അച്ഛന്റെ സ്വഭാവം അറിയാലോ. ഈ വീട്ടിൽ പോലീസുകാർ വരുന്ന അച്ഛൻ സഹിക്കൂല. നീ എന്നിങ്ങനെ പേടിപ്പിച്ച് ഞാൻ എന്ത് ചെയ്യേ? എടാ ഇതിപ്പോ കേസ് ആരുടെയാന്ന് നോക്കണം, നിന്റെ കേസായാലും എന്റെ കേസായാലും. ഇനി ഒരു പക്ഷേ നിന്റെ കേസ് തന്നെ ആയിരിക്കും. എന്നാലും ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഒളിയിൽ പോവുക. ഒളിയിൽ പോവുക. എന്നാ പിന്നെ പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് ചിന്നുവിനെ വിളിച്ചോണ്ട് ഒളിയിൽ പോവാല്ലേ? അപ്പച്ചൻ കൂടെ കൊണ്ടുപോയത് പണിമൂണൊന്നും അല്ല അങ്ങളെ. എങ്ങനെയായാലും നിങ്ങൾ ഈ വേഷത്തില് പുറത്തിറങ്ങിയ പണി കിട്ടും. എന്റെ പൊന്നു ദൈവമേ, ഞാൻ ഒന്ന് ജീവിച്ച് തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഇത് നീ എന്റെ തലയിൽ ഇതും കൂടെ കൊണ്ടുവച്ച. എന്തായാലും നിങ്ങൾ ഈ വേഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവർ കണ്ടുപിടിക്കും. എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്തുവാ? എനിക്ക് വയ്യണ്ണ. എന്നാ നീ വയ്യാങ്കി നീ വിടുന്നു, ഞാൻ പോവാ. അല്ല ഞാനും കൂടെ വരാം. ഞാനും വരാം. ഞങ്ങൾ താഴെ പോയി നോക്കാം. സിഗ്നൽ എന്നിട്ടേ ഇറങ്ങാവോ നിങ്ങൾ രണ്ടുപേരും, കേട്ടോ? നിങ്ങൾ ഈ വേഷത്തിൽ അവരെ കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല. ഒരു കാര്യം ചെയ്യും, ബാക്ക് വഴി എസ്കേപ്പ് ആകും. സാറേ സാറേ അറിയാത്ത പ്രായത്തിൽ ഞാൻ അറബിയെ ഒരു രണ്ടിടി ഇടിച്ച് ഒരു ചീത്ത വിളിച്ച അല്ല ഞാൻ ചെയ്തില്ലത്ത് എന്നെ കൊണ്ടുപോയി പേടിക്കണ്ട, ഇത് മറ്റാരുമല്ല നമ്മുടെ ശ്രീകുട്ടിയാ. ഫാൻസി ഡ്രസ്, പോലീസിന്റെ ഡ്രസ് ഇട്ടോണ്ട് വന്നേക്കുക. അതെ മാക്കു, ഫാൻസി ഡ്രസ് ഒന്നുമല്ല, ഞാൻ യഥാർത്ഥ പോലീസാ. സബ് ഇൻസ്പെക്ടർ ശ്രീകുട്ടി. ചുമ്മാതൊന്നുമല്ല. പോലീസാണ്. കണ്ടിട്ടൊന്നും തോന്നില്ലല്ലോ. മോളെ ലുക്കിലല്ല, വർക്കിലാ കാര്യം. ഞാനേ ഇന്നലെ മുതല് ഈ സ്ഥലത്തെ SI ആയിട്ട് ചാർജ് എടുത്തു. സബാഷ്. ഇതെന്തോന്ന് നിങ്ങൾ ഈ വേഷത്തിലൊക്കെ?
അത് അളിയ ഞങ്ങളുടെ ഒരു നാടകത്തിലെ നാടോ അസോസിയേഷൻ ഏത് നാടകം? അസോസിയേഷൻ ക്ലബിന്റെ അസോസിയേഷൻ ക്ലബ്ബ് നാടകോ? അസോസിയേഷന്റെ പിന്നെ ഈ ഫാൻസി ഡ്രസ് ഒളിവിലെ ഓർമ്മകള് നാടകം. എന്തോന്ന് പിള്ളേർ ഇവരുണ്ട് ഒളിവില് നാടകം ഫാൻസി ഡ്രസ് എന്നാ ഫാൻസി ഡ്രസ് അല്ല നാടകത്തില് അളിയ ഫാൻസി ഡ്രസ് ഇവിടെ നോക്ക് അളിയ ഈ ഇത് പിന്നെ ഈ അരങ്ങത്തുനിന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകവും ഫാൻസി ഡ്രസ്സോ? നാടകത്തിലെ ഫാൻസി ഡ്രസ് രണ്ടിനും ഇവരുണ്ട്. അതാ രണ്ടിനും ഇവരുണ്ട്. രണ്ടിലും ഞങ്ങളുണ്ട്. ഉണ്ട്. ശ്രീകുട്ടി അല്ല മാഡം പോലീസിലായിരുന്നു? ഞാൻ പോലീസാണ്. അതെ അതെ. ശ്രീകുട്ടി എന്ന് വിളിച്ചാൽ മതി, മാഡം എന്നൊന്നും വിളിക്കണ്ട. ഒരു വാക്ക് പറഞ്ഞില്ല. അതെ, എന്താണ് ഒരു അറബിയുടെ കാര്യോ എന്താണ് നിലവിളിയൊക്കെ കേട്ടു? ഞാൻ അതൊരു അറബി എന്നെക്കാരെ പഠിക്കുമ്പോ ഞാൻ അലറി വിളിക്കുന്നതാണ്. അല്ല ശ്രീകുട്ടി, അത് നമ്മുടെ ഒരു ബന്ധുവാ. വിട്ടരെ കേസെടുക്കണ്ട, വിട്ടേക്കാം അല്ലേ? തൽക്കാലം വിട്ടേക്കാം. എനിക്കെന്തായാലും നാടകമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നാടകത്തിൽ അഭിനയിച്ചിട്ട്. എന്തായാലും എനിക്കിപ്പൊ സംസാരിച്ചിരിക്കാൻ സമയമില്ല, ഡ്യൂട്ടിക്ക് പോകേണ്ട സമയമായി. നമുക്ക് വൈകിട്ട് എല്ലാവർക്കും കൂടെ ഒന്ന് കൂടാം. എല്ലാവർക്കും കൂടെ കൂടാല്ലോ. പോടുന്ന്. അപ്പൊ ചേച്ചിയെ കൊണ്ടുവരാനാണ് ആ ജീപ്പ് അല്ലേ? അതെ അതെ, വരുന്നോ കൂടെ? ഇല്ല, ഞാൻ വരുന്നില്ല. ഞാൻ പോയിട്ട് വരാം കേട്ടോ. അറബി നാടകമൊക്കെ ഇഷ്ടമാണ്. അതെ, അങ്കിള് രക്ഷപ്പെട്ട്, പക്ഷെ മാമൻ പെടും. ഞാനെന്താ പെടാനാ? ഒരു വാക്ക് പറഞ്ഞില്ല അണ്ണാ. ഞാനും പറഞ്ഞില്ല, ഞാനും ഇപ്പഴാ അറിയുന്നത്. ആണല്ലേ? അവള് ബേഡുമുത്ത് എസ് ഐ ആയിരിക്കും. ഇത്രയും കാലമായിട്ട് എന്നോട് പോലും അവള് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചേർന്ന കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാം നാടകത്തിലുണ്ടോ? നമ്മളിപ്പോഴാണ് അറിയണം. എനിക്ക് മനസ്സിലായില്ല. എന്താ എനിക്കും മനസ്സിലായില്ല. പക്ഷെ എന്തോ പന്തികേടുണ്ട്. ഇല്ല ഇല്ല, ഇവിടെ വന്ന് സ്ഥലം മാറ്റം വാങ്ങിക്കാനും മണിക്കുട്ടണ്ണ ഇവിടെ വരാനും എന്ത് പന്തികേട്? പുള്ളിക്കാരി പോലീസായി, അപ്പൊ നമുക്ക് എന്ത് പിന്നെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോലീസുകാർക്ക് ട്രാൻസ്ഫർ കിട്ടും. ട്രാൻസ്ഫർ കിട്ടും. അതെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാ നല്ലത്. കുഞ്ഞാളിയ അണ്ണ അവര് പോലീസായിരുന്നല്ലേ? അണ്ണ ഒരു വാക്കുണ്ടത് ഞാൻ ഇനി ഒരു കളിക്കില്ല. എന്നെ വേണ അണ്ണാള് കൊള്ളല്ല കിടി വാങ്ങിപ്പിച്ച് തരാനായിട്ട്. എടാ, ഞാനും ഇപ്പഴാ അവള് പോലീസിൽ ചേർന്ന് വരെ പറഞ്ഞത്. അവരെ പേരെന്താണ്? ശ്രീകുട്ടി. അതെങ്കിലും അറിയാലല്ലേ? അല്ല, അതറിയാം. ഞാൻ പോണ്. കളിയാ അളിയ ഇതേ ഇനിയിപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനൊക്കെ ഒന്ന് ഭരിക്കും. അണ്ണ ഞാൻ ജീവിച്ചങ്ങോട്ട് തുടങ്ങിയുള്ളണ്ണ. എനിക്ക് വയ്യ പോലീസ് സ്റ്റേഷനിൽ പോവാൻ ഇടിയുള്ളാരൊന്നും. ഞാൻ പോണ്. ഇറങ്ങിക്കണണ്ട. ഞാൻ പോണു. ഈ സ്റ്റേഷനിലേ എനിക്കൊരു 6-7 കേസ് കിടപ്പുണ്ട്. അതിന്റെ കൂടി കൂടും. അല്ല, അതിനിപ്പോ എഴുതി തള്ളിക്കണം. നമുക്കങ്ങ് പോവാം, അതാ നല്ലത്. ശരിയമ്മ. അഞ്ചാറെണ്ണത്തിന് 4-5 ഇട്ടി കൊടുക്കേണ്ട സമയം കഴിഞ്ഞ് കിടക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് തീർക്കണം.